5 പേർക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നാടിന് വിട ചൊല്ലും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ 3:30 സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥുൻ മുരളി അവിടെ നിന്നും ചേരുകയാണ്. മിഥുൻ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 5 പേർക്ക് പുതുജീവനേകിയാണ് ഈ ആലിൻ ഷെറിൻ എന്ന ഈ കൊച്ചുമാലാക ഈ ലോകത്തോട് യാത്ര പറയാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണല്ലോ, എത്രത്തോളം വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്? ഗൗതം, കുഞ്ഞു ജീവിതമാണ്, പക്ഷെ വലിയ പ്രത്യാശകൾ, വലിയ പ്രതീക്ഷകൾ പൊതുജീവിതങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞു മാലാഖ ലോകത്തോട് വിട പറയുന്നത്. അത്രത്തോളം ബഹുമതിയോടുകൂടി, അത്രത്തോളം ആദരവോടുകൂടി, അത്രത്തോളം സ്നേഹങ്ങളോടെ, പ്രാർത്ഥനകളോടെയാണ് ഈ നാട് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞു മാലാഖയ്ക്ക് വിട ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ വീട്ടിൽ അനുഭവപ്പെടുന്നുണ്ട്. മല്ലപ്പള്ളിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 7:30 വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ മുതൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലെ വിവിധ ആളുകൾ ഈ വീട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആലിൻ ഷെരീഫ് എന്ന കുഞ്ഞുമാലാഖയെ നേരിട്ട് പരിചയമുള്ള ആളുകൾ, ഈ കുഞ്ഞു വീട്ടുമുറ്റത്ത് കളിച്ചിരിയോടുകൂടി വളരുന്നത് കാണാൻ കൊതിച്ചിരുന്ന ആളുകൾ, ബന്ധുക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാം എത്തുമ്പോഴും ഈ ആലിനെയോ ഈ കുടുംബത്തെയോ ഒരു പരിചയവുമില്ലാത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ കുടുംബത്തിൻ്റെ ആ ദൃഢനിശ്ചയ തീരുമാനത്തിലൊക്കെ ബഹുമാനം അർപ്പിച്ചുകൊണ്ട് എത്തുന്ന സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളും ഈ വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായി പറയാനുള്ളത്. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുന്നത്. 2 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കും. വൈകിട്ട് 3:30 സെന്റ് തോമസ് CSI പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് ഈ കുഞ്ഞുമാലാഖയ്ക്ക് വിട ചൊല്ലുന്നത്. എന്തായാലും വലിയ തിരക്ക്, ധാരാളം ആളുകൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 5 വാഹനാപകടം ഉണ്ടാകുന്നത്. കോട്ടയം പള്ളം റോഡിൽ MC റോഡിൽ ഉണ്ടായ വാഹനാപകടം. ആ വാഹനാപകടത്തെ തുടർന്ന് അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച ഏറെ ദുഃഖാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ആ കുടുംബം കടന്നു പോകുമ്പോഴും ആലിൻ്റെ ആ മാതാപിതാക്കൾക്ക് ആ ദൃഢനിശ്ചയമുള്ള ആ ഒരു മാതൃകാപരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ ഒരു വലിയ ആദരവ് ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. ഈ കുഞ്ഞു മാലാഖ അനേകം ജീവിതങ്ങൾക്ക് പുതിയ പ്രത്യാശ നൽകിക്കൊണ്ട് വിട പറയുന്ന ആ കുഞ്ഞു മാലാഖയ്ക്ക് ലോകത്തിൻ്റെ മുഴുവൻ, മലയാളികളുടെ മുഴുവൻ കണ്ണീരിൽ കുതിർന്ന ആ ആത്മർപ്പണങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വീട്ടിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവിധ പുരോഹിതർ മതപരമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തുന്നുണ്ട്. വിവിധ പുരോഹിതർ ഇവിടെയെത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും വിതുമ്പലോട് കൂടി തന്നെയാണ് ഈ കുഞ്ഞ് മാലാഖയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്. അവർക്ക് വാക്കുകൾ തികയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു ആദരവുണ്ട്, സ്നേഹമുണ്ട്, സ്നേഹാർപ്പണമുണ്ട്, പ്രത്യാശയുണ്ട്. എല്ലാം കലർന്ന ആ വാക്കുകൾ മുഴുവിപ്പിക്കാനാകാതെ പലരും അന്തിമോപചാരം അർപ്പിക്കുന്ന ആ വാക്കുകൾ പാതുവഴിയിൽ അവസാനിപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നേരത്തെയും അമൃത ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുത്തപ്പോൾ തന്നെ നൽകിയിരുന്നു. ഇനി ഈ സംസ്കാര ശുശ്രൂഷയോട് അനുബന്ധിച്ച ആ ചടങ്ങുകളോടനുബന്ധിച്ചും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. അങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ദാതാവ് എന്ന നിലയിൽ ആലിൻ ഷെരീഫ് എബ്രഹാം എന്ന ആ പേര് ഇനി രേഖപ്പെടുത്തപ്പെടും. അത് ചരിത്രമായി മാറുകയാണ്. ഒരു ചെറിയ ജീവിതമാണ്, പക്ഷേ അനേകം ഹൃദയങ്ങളിൽ പ്രകാശമായി മാറിയ ഒരു ജീവിതമായി മാറുകയാണ് ആലിൻ എന്ന ആ കുഞ്ഞ് മാലാഖയുടെ. ഇപ്പോഴും പൊതുദർശനം പുരോഗമിക്കുകയാണ്. നാട്ടുകാർ ജീവൻ നൽകിപ്പോയ കുഞ്ഞ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന, അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാവുന്ന ആ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് ഈ വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നു. അവളുടെ ആ ചെറിയ കൊഞ്ചലും ആ പിച്ച വെച്ച് നടക്കേണ്ടതുമൊക്കെയായിട്ടുള്ള ആ വീട്ടുമുറ്റമാണ്, ദുഃഖമാണ്, ദുഃഖാർദ്രമാണ് ഇവിടേക്ക് എത്തുന്ന മുഖങ്ങളിലെല്ലാം തളം കെട്ടി നിൽക്കുന്നത്. പക്ഷേ ഒരു വശത്ത് പ്രത്യാശയുമുണ്ട്, പ്രതീക്ഷയുമുണ്ട്, മാതൃകയുണ്ട്. കാരുണ്യത്തിൻ്റെ ഒരു മനുഷ്യജീവന് നൽകാവുന്ന, മറ്റൊരു മനുഷ്യജീവന് അർപ്പിക്കാവുന്ന ഏറ്റവും വലിയ പരമോന്നതമായിട്ടുള്ള ഒന്ന് നൽകിക്കൊണ്ട് ഈ കുഞ്ഞ് വിട പറയുന്നു എന്നത് തന്നെയാണ് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു വശം കൂടി ഈ സംസ്കാര ചടങ്ങുകൾക്ക് നൽകുന്നത്. കണ്ണീരോടെ എന്നാൽ വലിയൊരു സന്ദേശത്തോടെ ഒരു കുഞ്ഞ് കേരളത്തെ പഠിപ്പിക്കുകയാണ്. ജീവൻ നൽകുക എന്നതാണ് ഏറ്റവും വലിയ ദാനം എന്നുള്ള കാര്യം. ഇവിടെയാണ് ആ 10 മാസം പ്രായമുള്ള മിഥുൻ സൂചിപ്പിച്ചതുപോലെ
5 പേർക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ അങ്ങനെ നമ്മുടെ നാടിനോട് വിട പറയുകയാണ്. ആ കുഞ്ഞിന് അവസാനമായ യാത്രയപ്പിനുള്ള ഒരുക്കത്തിലാണ് ആ നാട്. വലിയ തിരക്ക് ഭൗതികദേഹം അവസാനമായ ഒരു നോക്ക് കാണാനായി ഉണ്ടാകുന്നു. വൈകിട്ട് 3:30 ശേഷം മല്ലപ്പള്ളിയിലെ നെടുങ്ങാടപ്പള്ളിയിലുള്ള CSI പള്ളിയിലാണ് ഈ കുഞ്ഞുമാലാഖയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മിഥുൻ മുരളിയാണ് ആ വീട്ടിൽ നിന്നും ചേർന്നത്.